നല്ല അടിച്ചു പഠിപ്പിക്കാൻ നിൽക്കാം. ഞാൻ എന്റെ കുട്ടികളെ തന്നെ ചിലപ്പോൾ അടിക്കുമ്പോൾ പിന്നെ ഞാൻ അങ്ങനെയല്ലല്ലോ പഠിപ്പിക്കുന്നത്. എപ്പോഴും തമാശ പറയാൻ വലിയ ഇഷ്ടമാണ്. എവിടെ ടൂർ പോയി വന്നാലും എന്തെങ്കിലും ഞങ്ങൾക്ക് കൊണ്ടുതരും സമ്മാനങ്ങൾ. പിന്നെ സ്റ്റാമ്പ് കളക്ഷൻ എനിക്ക് ചെറുപ്പത്തിൽ വലിയ ഇഷ്ടമായിരുന്നു. എവിടെ പോയി വരുമ്പോഴും കുറച്ച് സ്റ്റാമ്പ്സ് കയ്യിലുണ്ടാവും. അമേരിക്കയിൽ അവിടെയൊക്കെ പോയി വരുമ്പോൾ സ്റ്റാമ്പ്സ് കൊണ്ടുതരും. പിന്നെ ഇടയ്ക്ക് ടൂറ് പോകുമ്പോൾ ഞങ്ങളെയൊക്കെ കൊണ്ടുപോകും. കാരണം കാണാൻ പറ്റില്ലല്ലോ, അങ്ങനത്തെ അവസരങ്ങളിലല്ലേ കൂടെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നെയ്യാർ ഡാം അവിടങ്ങളൊക്കെ പോകുമ്പോൾ ഞങ്ങളെയൊക്കെ കൂടെ കൊണ്ടുപോകും. ഇത്ര പെട്ടെന്ന് ഞങ്ങളെ പറ്റിയത് ഞങ്ങൾ വിചാരിച്ചില്ല, പ്രതീക്ഷിക്കാതായിട്ട്. പല അസുഖങ്ങളുണ്ടായിട്ടും അതൊന്നും അവക്കാതെ ടൂറ് പോകുന്നു, പരിപാടിക്ക് പോയാലൊക്കെ ആയിരുന്നു. മരുന്നുകൾ കൃത്യമായി കഴിക്കാൻ ഒരാൾ പറഞ്ഞെങ്കിലേ ഓർമ്മ ഉണ്ടാവുള്ളൂ. കുറെ നാൾ ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുത്തിരുന്നു. അത് എന്നെ കൊണ്ടാണ് ചെയ്യിച്ചിരുന്നത്. നീ എടുത്താൽ എനിക്ക് വേദനിക്കില്ല എന്ന് പറയും. പിന്നെ മധുരം എടുത്തു തിന്നാൻ വലിയ ഇഷ്ടമാണ്. ഞങ്ങൾ കാണാതെ ഓരോന്നൊക്കെ എടുത്ത് തിന്നും. കുട്ടികൾക്കൊക്കെ ചോക്ലേറ്റ് കൊടുത്താൽ ഷെയർ ചെയ്തിട്ട് കഴിക്കും. പാർട്ടി നിർമ്മിച്ചു കൊടുത്ത കോഴിക്കോട്ടെ വീട്ടിലേക്ക് താമസമാക്കും വരെ അത്തോളിയിലെ ഈ വീട്ടിലാണ് ഉമ്മയും ബാപ്പയും സഹോദരങ്ങളോടുമൊപ്പം CH കുടുംബവും താമസിച്ചത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഒരു സെക്ഷൻ ഓഫീസർ ജോലിക്ക് ഞാൻ അപേക്ഷിച്ചു. അന്ന് ഞാൻ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ UD ക്ലർക്കായിട്ട് ജോലി ചെയ്യുകയാണ്. ആ ജോലി എനിക്ക് ലഭിക്കുകയും ചെയ്തു. പക്ഷെ ജ്യേഷ്ഠനോട് പറഞ്ഞിരുന്നില്ല അപേക്ഷിക്കുമ്പോൾ. ജോലി കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ജ്യേഷ്ഠൻ അറിയുന്നത്. അപ്പൊ എന്നോട് പറഞ്ഞ്, ഞാനും യൂണിവേഴ്സിറ്റിയായിട്ട് ബന്ധമുള്ളിടത്തോളം കാലം നമുക്ക് ആ ജോലി വേണ്ട, അതിനുശേഷം പിന്നീട് ആലോചിക്കുന്നത്. ഞാൻ യൂണിവേഴ്സിറ്റിയുടെ പ്രോ വൈസ് ചാൻസലർ ആയിരുന്നു, മിനിസ്റ്റർ എന്നുള്ള വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു തോന്നുന്നത്. അപ്പൊ പിന്നെ അത് ആ പരിപാടി ക്യാൻസൽ ചെയ്തു. അവസാന ആളില് ജ്യേഷ്ഠൻ എപ്പോഴും മരണത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പോകുന്ന മിക്കവാറും പൊതുയോഗങ്ങളിലും കാണുന്ന സുഹൃത്തുക്കളോടൊക്കെ ഞാനൊരു സഞ്ചരിക്കുന്ന മയ്യത്താണെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നല്ലൊരു മന്ത്രി, നല്ലൊരു പ്രസംഗകൻ, കാര്യങ്ങളെല്ലാം ഭംഗിയായി കൈകാര്യം ചെയ്യാൻ കഴിയുന്നതായ ഒരു വ്യക്തി, അത് എല്ലാം അപ്പുറം നല്ലൊരു മനുഷ്യൻ. മറ്റൊരു കാര്യം കൂടി പറയട്ടെ. കേരള ഹിസ്റ്ററി അസോസിയേഷൻ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് കടപ്പെട്ടു എന്ന് പറയാനുണ്ടെങ്കിൽ നിശ്ചയമായും അത് CH-നോടാണ്. CH മുഹമ്മദ് കോയ ആയിരുന്നു അതിന്റെ ഇൻസ്പിറേഷൻ. കേരള ഹിസ്റ്ററി അസോസിയേഷന്റെ കേരള ചരിത്രത്തിന്റെ 2 വലിയ വാല്യങ്ങൾ പ്രസിദ്ധീകരിക്കുവാനുള്ള സാമ്പത്തിക സഹായം തരികയും ഇതിന് ഗ്രാൻഡായിട്ട്, അതിന്റെ പ്രവർത്തനങ്ങൾക്ക് സർക്കാരിൽ നിന്ന് ഗ്രാൻഡായിട്ട് തുക നൽകുകയും ചെയ്തിരുന്നത് CH-ന്റെ കാലത്ത് മാത്രമാണ്. അങ്ങനെ കേരള സാംസ്കാരിക രംഗത്താകട്ടെ എവിടെയാകട്ടെ അദ്ദേഹത്തിന് അത് നല്ലതാണ് ഒരു അംശം എന്ന് തോന്നുന്ന ഇതിനു വേണ്ടിയിട്ട് വളരെ കാര്യമായി പ്രവർത്തിച്ചിരുന്ന മഹാനായ ഒരു മനുഷ്യനായിരുന്നു CH മുഹമ്മദ് കോയ. CH-ന്റെ വീടും കുടുംബവുമെല്ലാം ചന്ദ്രികയായിരുന്നു. ഭാവിയിലേക്കുള്ള പ്രയാണത്തിൽ അദ്ദേഹത്തിന് ചവിട്ടുപടിയായിരുന്നു ചന്ദ്രിക. ചന്ദ്രികയുടെ വളർച്ചയ്ക്ക് പിന്നിലെ പ്രധാന പ്രേരക ശക്തിയും CH-ആണ്. ചന്ദ്രികയിൽ CH എഴുതിയ പത്രാധിപ കുറിപ്പുകളും അതിഗഹനമായ ലേഖനങ്ങളും മലയാള പത്രപ്രവർത്തന രംഗത്തെ രജതരേഖകളാണ് ഇന്നും. CH ചന്ദ്രികയിൽ കടന്നു വരുന്നത് 1946 സഹപത്രാധിപരായിട്ടാണ് ചന്ദ്രിക ചേർന്നത്. പക്ഷെ അദ്ദേഹം ഒരു സഹപത്രാധിപ മാത്രമായിരുന്നില്ല. അദ്ദേഹം അക്കാലത്ത് തന്നെ അദ്ദേഹത്തിന്റെ ഉജ്ജ്വലമായിട്ടുള്ള ലേഖനങ്ങൾ ചന്ദ്രികയിൽ വരാറുണ്ടായിരുന്നു. ലോകം അദ്ദേഹത്തെ അറിഞ്ഞത് ചന്ദ്രികയിൽ കൂടിയാണ്. അന്ന് മറ്റൊരു കാര്യമുണ്ടായിരുന്നു, മറ്റു ദേശീയ പത്രങ്ങളും CH-ന്റെ പ്രസംഗങ്ങൾ പ്രസിദ്ധീകരിക്കാറുണ്ടായിരുന്നില്ല. ചന്ദ്രിക മാത്രമായിരുന്നു ആശ്രയം. അദ്ദേഹത്തിന്റെ ലേഖനങ്ങളും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളും. ആ പ്രസംഗങ്ങൾ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരെ ആവേശഭരിതരായിരുന്നു. കാരണം ജനങ്ങളുടെ ഭാഷയിലാണ് അദ്ദേഹം സംസാരിച്ചത്, ജനങ്ങളുടെ ആവശ്യങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചത്. പ്രത്യേകിച്ച് മർദ്ദിയ ജനവിഭാഗത്തിന്റെയും പിന്നോക്ക വിഭാഗത്തിന്റെയും വക്താവായിരുന്നു അദ്ദേഹം. ചന്ദ്രികയുടെ ആധുനികവൽക്കരണം CH-ന്റെ സ്വപ്നമായിരുന്നു. ചന്ദ്രികയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ വിഭവ സമാഹരണത്തിന് നാട്ടിലും ഗൾഫിലും CH വ്യാപകമായ പര്യടനം നടത്തി. CH ഒരിക്കൽ പറഞ്ഞു, ചന്ദ്രികയുടെ വിലയെക്കുറിച്ച് നിങ്ങൾക്കറിയില്ല, അത് നിങ്ങളുടെ കണ്ണാണ്. കണ്ണുള്ളപ്പോൾ കണ്ണുകളുടെ വിലയറിയില്ല. സഹപ്രവർത്തകരുമായിട്ട് ഒരു ചീഫ് എഡിറ്റർ എന്ന നിലക്ക് എന്റെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ
ഒരിക്കലും തന്നെ ഒരു മേധാവി എന്ന നിലക്ക് സി എച്ച് പെരുമാറിയിട്ടില്ല. എപ്പോഴും തമാശ പറയുക, ഫലിതം പറയുക, ആളുകളുമായിട്ട് നല്ല ചിരിച്ച് സന്തോഷവാന്മാരായി കഴിയുക, ആ ഒരു മനോഭാവമാണ് സി എച്ച് പെരുമ്പോൾ കാണിച്ചിട്ടുള്ളത്. വന്നു കയറുമ്പോഴേ എന്തെങ്കിലും ഫലിതം പൊടിച്ചുകൊണ്ടായിരിക്കും വന്ന് കയറുക. ഒരു ഓർമ്മ വരാണ്, ചന്ദ്രികയിൽ ഒരിക്കൽ ഈ ബലാത്സംഗം എന്നുള്ളൊരു വാക്ക് അച്ചടി അക്ഷരത്തെറ്റ് വെച്ചിട്ട് വന്ന് ഗാ മാറിപ്പോയി. അപ്പൊ എനിക്കദ്ദേഹം ഒരു കുറിപ്പ് കൊടുത്തയച്ചു. നമ്മുടെ കുട്ടികൾക്ക് ബലാത്സംഗം ചെയ്യാൻ പോലും അറിയില്ലേ, താങ്കൾക്ക് സുഖമാണല്ലോ. സാഹിത്യകാരനായ സി എച്ച് പുതിയ ഒരു സഞ്ചാര സാഹിത്യ സരണി തന്നെ വെട്ടിത്തുറന്നു. എസ് കെ പൊറ്റക്കാട് കഴിഞ്ഞാൽ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ യാത്രാ വിവരണങ്ങൾ എഴുതിയത് നിന്ന് തിരിയാൻ നേരമില്ലാത്ത സി എച്ച് ആണ്. 28-ാം വയസ്സിലാണ് സി എച്ചിന്റെ ആദ്യ ഗ്രന്ഥം പ്രകാശനം ചെയ്തത്. ലിയാഖത്ത് അലി ഖാൻ എന്ന ഈ ഗ്രന്ഥം 1955-ലാണ് എഴുതിയത്. രാഷ്ട്രീയത്തിലെ നേട്ടങ്ങൾ സാഹിത്യശാഖയ്ക്ക് മികവുറ്റ എഴുത്തുകാരനെ നഷ്ടമാക്കി. അദ്ദേഹം എന്തെഴുതിയാലും അതിന് ഒരു സി എച്ച് ടച്ച് ഉണ്ടായിരുന്നു. പ്രധാനമായിട്ട് അദ്ദേഹം മുസ്ലിം സമുദായത്തിന് ചെയ്തിട്ടുള്ള ഒരു സേവനം നമുക്ക് ഒരു കാലത്തും മറക്കാൻ ഒക്കുകയില്ല. അതായത് നിർണായകമായ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർഭത്തിൽ മുസ്ലിം സമുദായത്തെ ഈ കേരള രാഷ്ട്രീയത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നത് അദ്ദേഹമാണ്. അദ്ദേഹം എന്ന് പറയുമ്പോൾ ഞാൻ അദ്ദേഹവും വാഹകിത്തങ്ങളും തമ്മിലുള്ള ഒരു കോമ്പിനേഷനാണ് മുസ്ലിംസിന് യഥാർത്ഥമായിട്ട് കേരളത്തിലുള്ള സ്ഥാനം, കേരളത്തിലുള്ള പൊസിഷൻ, അവരെ ഇല്ലാതെ ഈ രാജ്യത്ത് പലതും സാധ്യമല്ല എന്ന് കാണിച്ചു കൊടുക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത് മുസ്ലിം സമുദായത്തിന് തന്നെയല്ല കേരളത്തിന് മുഴുവൻ അതൊരു മറക്കാൻ പാടില്ലാത്ത ഒരു കോൺട്രിബ്യൂഷനാണ് അതേ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം. അത് ബാഫക്കി തങ്ങളുടെ ഒരു ശിഷ്യൻ ആണെന്ന് തന്നെ പറയാം. അത് ആ ബാഫക്കി തങ്ങളുടെ ആ പേഴ്സണാലിറ്റിയും സി എച്ചിന്റെ ശക്തിയും പ്രസംഗപാഠവും ഓർഗനൈസിംഗ് ശില്പി എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് മുസ്ലിംസിന് ഒരു കമ്മ്യൂണിറ്റി ഇവിടെ ഒരു പ്രധാന പൊസിഷൻ മേടിച്ചു കൊടുത്തു. വ്യക്തിബന്ധം വളരെ ശക്തമായി നിലനിർത്തിയിരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം. ഞാനുമായി ഇണങ്ങുകയും പിണങ്ങുകയും ചെയ്തിട്ടുണ്ട്. പിണങ്ങിയ കാലത്തും വ്യക്തിബന്ധത്തിന് യാതൊരു ഭംഗവും വരുത്തിയിട്ടില്ല. അവസാനമായി എനിക്ക് കാണാൻ സാധിച്ചത് 1980 ഞാനും എനിക്ക് ഹജ്ജ് യാത്രക്ക് പുറപ്പെടുന്നു. ഞങ്ങൾ പിണക്കത്തിൽ രാഷ്ട്രീയമായ അഭിപ്രായ ഭിന്നതയുള്ളതുകൊണ്ട് കണ്ടുമുട്ടാറില്ല. എന്നാലും ഒരു നല്ല യാത്രയിൽ അദ്ദേഹത്തെ കാണണമെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും താല്പര്യമുണ്ടായിരുന്നു. ഞാൻ ആ കാലിക്കറ്റ് നഴ്സിംഗ് സ്കൂളിന്റെ ഡോക്ടർ മുഹമ്മദ് പോയ എന്നോട് വിവരം പറഞ്ഞപ്പം അദ്ദേഹത്തിന്റെ വീട്ടിലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഏർപ്പാട് ചെയ്തു. സി എച്ചും മുനീറും ആ ബ്രേക്ക്ഫാസ്റ്റിൽ പങ്കെടുത്ത് ഞങ്ങൾ വളരെ സൗഹാർദ്ദമായ നിലക്ക് പോയി. അതിന് ശേഷമാണ് പിന്നീട് കാണാൻ സാധിച്ചിട്ടില്ല. ഒരു സമയത്ത് അദ്ദേഹം പറയുകയുണ്ടായി, എനിക്ക് 3 മക്കളാണ്, 2 പുതിയ 5 മക്കളാണ് എനിക്ക്. ഒരു രാഷ്ട്രീയക്കാരന്റെ ജീവിതത്തിൽ 2 കാര്യങ്ങൾ ഒന്നിച്ച് നേടാൻ കഴിയും. 2 കാര്യങ്ങൾ നേടാം, 2 ഒന്നിച്ച് നേടാൻ പറ്റൂല. അദ്ദേഹം പറയുകയുണ്ടായി, ഒന്നുകിൽ നല്ല ഒരു സാമ്പത്തിക അടിത്തറ ഉണ്ടാക്കാം ഒരു രാഷ്ട്രീയക്കാരന്റെ ഇതിൽ. രണ്ടാമത്തേത് എക്കാലവും നല്ല പേരോട് കൂടി മരിച്ചാലും ജീവിക്കാന്നുള്ള, ജനങ്ങളെ മനസ്സിൽ ജീവിക്കാം എന്നുള്ള, അതാണ്. 2 ഒരാൾക്ക് ഒന്നിച്ച് നേടാൻ കഴിയില്ല. ഞാൻ അതിൽ രണ്ടാമത്തതാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. വാപ്പാടോടെ ജീവിച്ചിട്ട് ഞങ്ങൾക്ക് മതിയായിട്ടില്ല. പിന്നെ ഇരിക്കുന്ന ആ സമയത്ത് ലാസ്റ്റ് ഹൈദരാബാദ് പോകുന്ന സമയത്ത് വളം കൊണ്ടുവന്നിരുന്നു. മരിച്ച് 2 ദിവസം കഴിഞ്ഞ് പെട്ടി കൊണ്ടുവന്നപ്പോ അതില് സമ്മാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വളം ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. മരണത്തെ മുഖാമുഖം കണ്ട അവസരങ്ങളിലൊന്നും സി എച്ച് പതറിയില്ല. 1970-ൽ ആഭ്യന്തരമന്ത്രിയായിരിക്കെ തലശ്ശേരിയിൽ വെച്ച് സി എച്ചിന് നേരെ ഒരാൾ ആസിഡ് ബൾബ് എറിഞ്ഞു. അചഞ്ചലനായി സി എച്ച് പറഞ്ഞു, ബ്രിട്ടീഷുകാർ വെക്കന വെടി എന്ന് പറഞ്ഞപ്പോൾ മാറിടം നിവർത്തി കാണിച്ച ധീര ദേശാഭിമാനികളുടെ സമുദായത്തിന് നിങ്ങളുടെ ആസിഡ് ബൾബ് മണ്ണാങ്കട്ടയാണ്.
1977 മദ്രാസിൽ വെച്ച് മറ്റൊരാക്രമണത്തിൽ നിന്നും CH അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അവിശ്രമമായ ജീവിതം, ക്രമരഹിതമായ ഭക്ഷണം. CHന്റെ ആരോഗ്യം തകരുകയായിരുന്നു. ഭക്ഷണം ക്രമീകരിക്കണമെന്ന വൈദ്യോപദേശം സ്വീകരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. നേതാക്കന്മാർക്ക് വമ്പിച്ച സൽക്കാരങ്ങൾ ഒരുക്കി സ്നേഹപ്രകടനങ്ങൾ നടത്തുന്നതിനെക്കുറിച്ച് സ്വതസിദ്ധമായ നർമ്മബോധത്തോടെ CH പറഞ്ഞു. ലീഗ് നേതാക്കൾക്ക് നല്ല സഹനശക്തിയും അതിലേറെ ദഹനശക്തിയും വേണം. രോഗങ്ങൾ CHനെ കീഴടക്കുകയായിരുന്നു. ബാപ്പുക്ക് തന്നെ പ്രമേഹ രോഗം, പ്രഷറിന്റെ അസുഖം ഉണ്ടായിരുന്നു. അവസാന നാളുകളിൽ ഹെമിപ്ലീജിയ ഒരു ഭാഗം അദ്ദേഹത്തിന്റെ തളർന്നുപോയി. സെറിബ്രൽ ആർട്ടറിയിൽ സംഭവിച്ച ഹെമറേജ് കാരണം. അപ്പൊ ഇതൊക്കെ തന്നെ അദ്ദേഹത്തെ അസ്വസ്ഥനാക്കിയിട്ടുണ്ടാകണം. അതുകൊണ്ട് ഈ ഒരു മേഖലയിൽ വളരെ താല്പര്യപൂർവ്വം എന്റെ വാപ്പയും ചില പഠനങ്ങൾ നടത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഡയബറ്റീസിനെ കുറിച്ച് വളരെ ആഴത്തിൽ പഠിച്ചൊരു വ്യക്തി ആയിരുന്നു അദ്ദേഹം. ചിലപ്പോൾ ഒരു ഡോക്ടർക്ക് അങ്ങോട്ട് സംശയങ്ങൾ ദൂരീകരിച്ചു കൊടുക്കാൻ കഴിയുമാറ് ഡയബറ്റീസിനെ കുറിച്ച് വിദേശത്തു നിന്നും പുസ്തകങ്ങൾ വരെ വരുത്തിയിട്ട് പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ ആയിരുന്നെങ്കിലും ഇത് എന്തൊക്കെയാണ് ഡയബറ്റിക് രോഗി പാലിക്കേണ്ട ചിട്ടകളെന്നൊക്കെ വ്യക്തമായി അറിയെങ്കിലും അതിനേറ്റവും വിപരീതമായി ജീവിതം നയിച്ച ഒരാളായിരുന്നു എന്റെ പിതാവ്. മധുരം എവിടെ കണ്ടാലും ഓടിപ്പോയി അതെടുക്കുകയും അത് കഴിക്കുകയും ചെയ്തിരുന്നു. മധുരത്തിനോടൊരു വല്ലാത്ത ആസക്തിയായിരുന്നു. മധുര പലഹാരങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ മുന്നിലാണ് ആദ്യം പോയിരിക്കാറുള്ളത്. അവസാനം മരിക്കുന്നതിന് മുമ്പ് ഏകദേശം 3 കപ്പോളം പായസം അദ്ദേഹം ഹൈദരാബാദിൽ നിന്ന് കഴിച്ചിരുന്നു. പൊടുന്നനെയായിരുന്നു CHന്റെ അന്ത്യം. 1983 സെപ്റ്റംബർ 28. ഒരു കാലഘട്ടത്തിന്റെ ഇതിഹാസ നായകൻ നമ്മ വിട്ടുപിരിഞ്ഞു. CH മുഹമ്മദ് കോയ അന്തരിച്ചു. ഹൈദരാബാദിൽ വെച്ച് നടന്ന ദക്ഷിണേന്ത്യൻ വ്യവസായ മന്ത്രിമാരുടെ സമ്മേളനത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത CH ഹോട്ടൽ മുറിയിൽ വെച്ച് കുഴഞ്ഞു വീഴുകയായിരുന്നു. അന്ന് വൈകുന്നേരം 5:20 ഹൈദരാബാദിലെ നൈസാം ഓർത്തോപീഡിക് ആശുപത്രി നാട് നടുക്കിയ ആ വാർത്ത ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. എങ്ങും ദുഃഖത്തിന്റെ കാർമേഘപാളികൾ, ഏങ്ങലടികൾ. കേരളത്തിലെ ഉപമുഖ്യമന്ത്രിയായിരിക്കെ 56-ാം വയസ്സിലായിരുന്നു CH മുഹമ്മദ് കോയയുടെ ആകസ്മിക അന്ത്യം. ജനാധിപത്യ ഭാരതം ഇതുപോലെ അസാമാന്യമായ വ്യക്തിത്വങ്ങളെ അധികം ദർശിച്ചിട്ടുണ്ടാവില്ല. ഒരു കാലഘട്ടത്തിന്റെ വർണ്ണാഭമായ ചരിത്രം തന്റെ ജീവചരിത്രമാക്കി മാറ്റിയ CH കേരളത്തിന്റെ പൊതുജീവിതത്തിന് കനപ്പെട്ട എത്രയെത്ര സംഭാവനകൾ നൽകി. ഒരു പുരുഷായുസ് പൂർണ്ണമാക്കും മുമ്പേ പല പുരുഷായുസുകളുടെ സംഭാവന അദ്ദേഹം സമൂഹത്തിന് നൽകി. ഹൈദരാബാദിൽ നിന്നും പ്രത്യേകം ചാർട്ടർ ചെയ്ത ബോയിംഗ് വിമാനത്തിൽ ഭൗതിക ശരീരം അന്ന് രാത്രി തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തി. മുഖ്യമന്ത്രി കരുണാകരനും മറ്റും കേരള സംസ്ഥാനത്തിനു വേണ്ടി മൃതദേഹം ഏറ്റുവാങ്ങി. ഔദ്യോഗിക ബഹുമതികളോടെ സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ പൊതുദർശനത്തിന് കിടത്തി. നാവികസേനാ ഹെലികോപ്റ്ററിൽ പിറ്റേന്ന് രാവിലെ 10:35 മൃതദേഹം ജന്മനാട്ടിൽ കൊണ്ടുവന്നു. വമ്പിച്ച ഒരു ജനാവലി തന്നെ ആ മഹാനുഭാവനെ അവസാനമായി ഒരു നോക്ക് കാണാൻ കോഴിക്കോട്ടേക്ക് ഒഴുകിയെത്തി. CHന്റെ സൗമ്യവും സ്നേഹവും അനുഭവിക്കാൻ കഴിഞ്ഞ ആബാലവൃദ്ധം ജനങ്ങൾ ആ നേതാവിന്റെ വിയോഗത്തിൽ ദുഃഖം പ്രകടിപ്പിച്ചു. നാടെങ്ങും അനുശോചനങ്ങളുടെ നൊമ്പരങ്ങൾ. CHന്റെ വീടിനോട് ചേർന്നുള്ള കോഴിക്കോട് നടക്കാവിലെ ജുമാഅത്ത് പള്ളി. CH ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു. കോഴിക്കോട് മാനാഞ്ചിറ മൈതാനം. കോഴിക്കോട് മാനാഞ്ചിറ മൈതാനം ജനസാഗരമായി. ഇവിടെയും
മയ്യത്ത് നമസ്കാരം നടന്നു. CHന്റെ എത്രയോ പ്രഭാഷണങ്ങൾക്ക് കാതോർത്ത ജനാവലി അക്ഷരാർത്ഥത്തിൽ വിങ്ങിപ്പൊട്ടി. കോഴിക്കോട് ടൗൺ ഹാളിലും അന്ത്യദർശനത്തിനായി മൃതദേഹം കിടത്തി. ദേശീയ പതാകയിലും നക്ഷത്ര ചന്ദ്രാങ്കിതമായ ഹരിത പതാകയിലും പൊതിഞ്ഞ മൃതശരീരത്തിനടുത്ത് പോലീസ് അണിനിരന്നു. ഔദ്യോഗിക ബഹുമതി ഗൺ സല്യൂട്ട്. ഡോക്ടർമാർ വന്ന് ഇതെന്താണ് ഇങ്ങനെ ഒരു ഡയബറ്റിക് രോഗി ചെയ്യാൻ പാടുണ്ടോ എന്ന് പറയുമ്പോൾ അവരുടെ മുന്നിൽ വളരെ ചിട്ടയോടുകൂടിയാണ് ഞാൻ ഉള്ളത് എന്ന് വരുത്തി തീർക്കുകയും അവർ പോയി കഴിഞ്ഞാൽ വീണ്ടും ഈ മധുരപലഹാരങ്ങൾ കഴിക്കുകയും ചെയ്യാം. അത് ഒരു സംഭവം തന്നെയുണ്ട്. ദിവസവും വൈകിട്ട് നടക്കണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ പലപ്പോഴും അത് പാലിക്കാറില്ലായിരുന്നു. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ വൈകുന്നേരമായ പിന്നെ ഒരു ദിവസം രാവിലെ വളരെ കൃത്യമായി നടക്കാൻ തുടങ്ങി. പിന്നെ വൈകുന്നേരങ്ങളിൽ കൃത്യമായി അരമണിക്കൂർ നടക്കുന്നത് കണ്ടു. പക്ഷെ ആരും കൂടെ കൂട്ടാറില്ല. അവസാനം ഒരു 5 ദിവസത്തിന് ശേഷം സംശയം തോന്നിയിട്ട് എന്റെ മാതാവ് നമ്മുടെ ബാബുക്കെ കൂടെ വിട്ടുനോക്കുമ്പോഴാണ് അദ്ദേഹം പോയിട്ട് അവിടെ അടുത്തുള്ള മസ്കറ്റ് ഹോട്ടലിൽ നിന്ന് ഇഷ്ടംപോലെ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയാണ് ഈ നിരന്തരമായ യാത്ര. അപ്പൊ അവിടെയും ഭക്ഷണത്തോടുള്ള ആസക്തി. പിന്നെ ഡോക്ടർമാരുടെ കോൺഫറൻസ് വിളിച്ച് തന്റെ അസുഖം എന്ത് എന്ന് ചർച്ച ചെയ്ത് അതിനുശേഷം അവർക്ക് വിഭവസമൃദ്ധമായ ഒരു ഭക്ഷണം കൊടുത്ത് അവിടെ വെച്ച് ഡോക്ടർമാർ ഭക്ഷണ മേശപ്പുറത്ത് വെച്ച് ഈ അസുഖം കൂടാനുള്ള കാരണം കണ്ടെത്തി. കാരണം അവരൊക്കെ കഴിച്ചതിലും കൂടുതൽ ആ മേശപ്പുറത്തിരുന്നുകൊണ്ട് കഴിച്ചു, മേശപ്പുറത്തിരുന്ന സാധനങ്ങൾ. അപ്പൊ അതാണ് ഭക്ഷണത്തോടുള്ള ഒരു പ്രിയം. ചിലപ്പോൾ ആ രോഗം മൂർച്ഛിച്ചത് തന്നെ ഈ കാരണത്താലായിരിക്കും. പിന്നെ ഇടയ്ക്ക് പ്രകൃതി ചികിത്സക്ക് പോകണം എന്നുള്ള ഒരു നിർദ്ദേശം വന്നപ്പം ഇതെല്ലാം മറ്റുള്ള അലോപ്പതിയൊക്കെ നിർത്തി പ്രകൃതി ചികിത്സക്ക് ബാംഗ്ലൂരിൽ പോയിരുന്നു. അവിടെ വെച്ച് കർക്കശമായ നിയന്ത്രണങ്ങളൊക്കെ വന്നപ്പോൾ അതൊരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ പകുതി വെച്ച് നിർത്തി പോരുകയാണ് ചെയ്തു. കാരണം അവിടെ പച്ചക്കറിയും പുല്ല് അരിഞ്ഞിട്ട് ജ്യൂസാക്കി കൊടുക്കുകയും ചെയ്തപ്പോൾ ഒരിക്കൽ പറയുകയുണ്ടായി, ഇങ്ങനെ അരിഞ്ഞ് നിങ്ങൾ എൻ്റെ അടുത്ത് കൊണ്ടുവരേണ്ട ആവശ്യമില്ല, അത് നിങ്ങൾ എന്നെ പുറത്ത് കെട്ടിയാൽ ഞാൻ അവിടെ മേഞ്ഞോളാന്ന് വരെ പറഞ്ഞു. കുടുംബാംഗങ്ങളൊക്കെ ജ്യേഷ്ഠം വളരെ സ്നേഹത്തോടെ ആണ് പെരുമാറിയിരുന്നത്. എപ്പോഴും തമാശകളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ജീവിതം തന്നെ ഒരു വലുതായിട്ടാണ് അവസാനം വരെ ഉണ്ടായിരുന്നത്. അന്ന് CHന്റെ പ്രസംഗം എന്ന് പറഞ്ഞാൽ ഒരു വലിയ ജനക്കൂട്ടമാണ് ഉണ്ടാവുക. ആ ശബ്ദത്തിനും ആ പ്രയോഗങ്ങൾക്കും എല്ലാം തന്നെ പുതുമയും ആവേശവും മനോഹാരിതയും ഉണ്ടായിരുന്നു. മോസ്കോവിൽ മഴ പെയ്യുമ്പോൾ കോഴിക്കോട്ട് കൊട പിടിക്കുന്നവരുടെ ഭരണം നമുക്ക് വേണ്ട എന്നൊക്കെ പറയുമ്പോൾ ഈ എതിരാളികളുടെ തലച്ചോറിനകത്താണ് ആ ബോംബ് കൂട്ടുന്നത്. ഒരിക്കൽ അസംബ്ലിയിൽ വെച്ച് ഏതോ ഒരു മെമ്പർ പറഞ്ഞു, അറബി മനുഷ്യന്മാരെല്ലാം കൊട നന്നാക്കാൻ പോയിരിക്കുകയാണ് എന്ന്. CH പറഞ്ഞു, അധിക്ഷേപിക്കരുത്, എനിക്ക് ഖേദമുണ്ട്. അതുപോലെ പ്രതിപക്ഷം ഭയങ്കരമായി പ്രക്ഷോഭം കൂട്ടിയപ്പോൾ പോലീസ് ലാത്തിച്ചാർജ് ചെയ്തു. അതിനെപ്പറ്റി അസംബ്ലിയിൽ ചോദിച്ചപ്പോൾ പോലീസിന്റെ കയ്യിൽ ലാത്തി കൊടുത്തിരിക്കുന്നത് തടവാനല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ വളരെ ധീരനായ ഇത് ഈ പരപ്പൽ പ്രദേശത്ത് ഒരിക്കല് ഒരു മീറ്റിംഗ് ഉണ്ടായി നെഹ്റുവിന് മറുപടി പറയാൻ. അദ്ദേഹത്തിന്റെ പാർട്ടി ഉറങ്ങിക്കിടക്കുന്ന ചത്ത കുതിരയാണ് എന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞപ്പോ, അല്ല, എന്റെ പാർട്ടി ഉറങ്ങിക്കിടക്കുന്ന സിംഹമാണ്, അത് എഴുന്നേറ്റാൽ പലതിനെയും നശിപ്പിക്കും. പിന്നെ മറ്റൊന്ന് ഞാൻ കണ്ടിട്ടുള്ളത്, രാധാശ്രീയൻ പരിവസ്ഥയിൽ നിന്ന് ചുറ്റുപാടിൽ നിന്ന് വന്നെങ്കിലും സ്ത്രീ വിദ്യാഭ്യാസത്തെ പറ്റിയൊക്കെ വളരെ ഉയർന്ന നിലവാരവും വിദ്യാഭ്യാസ രംഗത്ത് മുസ്ലിം സമുദായത്തിന്റെ വിദ്യാഭ്യാസപരമായ വളർച്ചയ്ക്ക് വേണ്ടി വളരെ ധൈര്യമായും ആത്മാർത്ഥമായും പ്രവർത്തിച്ച ഒരാളായിരുന്നു. മനുഷ്യന്റെ ജീവിതത്തിൽ അതാണ് നമ്മൾ വിചാരിക്കുന്നതും പ്രതീക്ഷിച്ചതുമല്ല നടക്കുക. ഏതായാലും അദ്ദേഹം വളരെ നേരത്തെ എത്രയോ കാലം കഴിഞ്ഞ് സാധാരണഗതിയിൽ നമ്മെ വിട്ടുപിരിയേണ്ട CH അകാലമായി വിട്ടുപിരിഞ്ഞു എന്ന് പറഞ്ഞത് അക്ഷരാർത്ഥത്തിലാണ്. ആ വേർപാടും അതിനുശേഷം അദ്ദേഹത്തിന്റെ ദേഹം ഇവിടെ കൊണ്ടുവന്ന് മറവ് ചെയ്യുന്ന ആ സമയങ്ങളൊക്കെ മനസ്സിലാലോചിക്കുമ്പോൾ വല്ലാത്ത പ്രയാസം തോന്നും. എൻ്റെ ആത്മസുഹൃത്ത് എന്നും എന്നും കേരളത്തിൽ ജീവിക്കുന്നു. അദ്ദേഹത്തിന് മരണമില്ല.
CH നമ്മോടൊപ്പമുണ്ടായ കാലഘട്ടം, ആ 4 പതിറ്റാണ്ടുകൾ എത്ര മിന്നൽ വേഗതയിലാണ് പോയി മറഞ്ഞത്. മഹത്തായ ദൗത്യ നിർവഹണവുമായി രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മണ്ഡലങ്ങളിൽ CH നിറഞ്ഞു നിന്നു. ആ കാലഘട്ടത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ പരിതസ്ഥിതികളെ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുന്നതിൽ CH വിജയിച്ചു. ഈ ചരിത്ര വിജയത്തിന്റെ മുഖ്യശില്പിയായിരുന്നു ആ കർമ്മയോഗി. അധികാരത്തിന്റെ 4 അയലത്ത് പോലും അടുത്തു ചെല്ലാനാകാത്ത വിധം അകറ്റി നിർത്തിയ ഒരു സമൂഹത്തെ അധികാരത്തിന്റെ സോപാനത്തിലേക്ക് അദ്ദേഹം കൈപിടിച്ചുയർത്തി. ഒരു സമുദായത്തിന്റെ രാഷ്ട്രീയ ബോധത്തെ രാഷ്ട്ര പുനർനിർമ്മാണത്തിന്റെ കർമ്മവീഥിയിലേക്ക് അദ്ദേഹം ആനയിച്ചു. ഉൾക്കാഴ്ചയുള്ള പത്രപ്രവർത്തകൻ, ശക്തമായ ശൈലി സ്വായത്തമാക്കിയ എഴുത്തുകാരൻ, ശ്രോതാക്കളുടെ കാതും കരളും കവരുന്ന പ്രസംഗകൻ, സുചിന്തിതമായ തീരുമാനങ്ങൾ എടുക്കാനും നടപ്പാക്കാനും കഴിവുള്ള ഭരണാധികാരി, CH ഇതെല്ലാമായിരുന്നു. അദ്ദേഹത്തിന്റെ കഴിവുകളെ കുറിച്ച് പ്രാഥമികൻ, വാഗ്മി, എഴുത്തുകാരൻ, പത്രപ്രവർത്തകൻ ഇതെല്ലാമുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ കഴിവുകൾ ലോകം മുഴുവൻ അംഗീകരിക്കുന്നതാണ്. ഇന്ത്യയും പാകിസ്ഥാനും ഭാഗിച്ചപ്പോൾ പഞ്ചാബിൽ നിന്ന് ഒരുപാട് അഭയാർത്ഥികൾക്ക് ഇന്ത്യയിൽ വരികയുണ്ടായി. ബംഗാളിൽ നിന്നും വന്നു. പഞ്ചാബിൽ നിന്ന് വന്ന അഭയാർത്ഥികളെല്ലാം ഓരോ വീടും ഓരോ വ്യവസായശാലയായി മാറ്റി. അവരാരും നിന്ന് പിച്ച തണ്ടി നടക്കുന്നില്ല എന്നുള്ളത് നമുക്ക് ഡൽഹിയിലോ മറ്റോ പോയിട്ടുള്ളവർ കാണാവുന്നതാണ്. ബംഗാളിലുള്ളവർ മറിച്ചാണ് എന്ന കാര്യത്തിൽ കൽക്കട്ടയിൽ തെരുവീതികൾ കൈകാട്ടി ഇറക്കുന്നവരുടെ എണ്ണം കണ്ടാൽ അറിയാം. അവർ ജോലി ചെയ്യുന്നതിൽ വിശ്വസിക്കുന്നില്ല. അക്കാര്യത്തിൽ കേരളത്തോട് ഏറ്റവും അടുത്തത് അവരാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ജോലി ചെയ്യുക അല്ലെങ്കിൽ നശിക്കുക എന്നൊരു മുദ്രാവാക്യമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പോൾ നൽകുവാനുള്ളത്. നമ്മുടെ നാട് വ്യവസായവൽക്കരിച്ചാൽ മാത്രമേ ഈ രാജ്യത്തിന് മോചനമുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇൻഡസ്ട്രിയലൈസ് ഓർ പെരിഷ് എന്നുള്ളതാണ് കേരളത്തിന്റെ ഇന്നത്തെ മുമ്പിലുള്ള മുദ്രാവാക്യം. നമ്മുടെ വ്യവസായങ്ങളെ സംബന്ധിച്ചിടത്തോളം അവ നന്നാക്കാൻ നമ്മൾ എത്ര ശ്രമിച്ചിട്ടും സാധിക്കുന്നില്ല. എന്നെ തല്ലരുതമാവാ, ഞാൻ നന്നാവുകയില്ല എന്ന് ആ വ്യവസായങ്ങൾ പറയുന്നത് പോലെ എനിക്ക് തോന്നുന്നു. ബുദ്ധിശക്തിയിൽ കേരളത്തിലുള്ള ആളുകൾ ആരുടെയും പിന്നിലല്ല. ബുദ്ധിശക്തി ഇല്ലാത്ത കുറവ് നമുക്കില്ല, കൂടുതലുള്ള കുറവ് മാത്രമേ ഉള്ളൂ. ജോലി ചെയ്യണം. ജോലി ചെയ്ത് കൂലി വാങ്ങുന്നതിന് യാതൊരു വിരോധവുമില്ല. ജോലി ചെയ്യാതെ പണം സമ്പാദിക്കുവാൻ ശ്രമിച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല. അങ്ങനെ യാതൊരു ജോലിയും ചെയ്യാതെ അലസമായി വിജയകരമായി നടത്താവുന്ന ഒരേ ഒരു വ്യവസായമുള്ളൂ, കള്ളനോട്ടടി. ഈ മാതിരി വ്യവസായങ്ങളിലെല്ലാം വളരെയധികം ബുദ്ധിസാമർഥ്യം ആവശ്യമാണ്. അത് കേരളത്തിലെ പുരുഷന്മാർക്ക് മാത്രമല്ല സ്ത്രീകൾക്കുമുണ്ട് എന്നാണ് എന്റെ അവകാശവാദം. ബുദ്ധിശക്തി ഉപയോഗിക്കുന്ന കാര്യത്തിൽ നമ്മൾ ഒരു രാജ്യക്കാരെക്കാളും പിന്നിലല്ല. നമ്മുടെ മുന്നിൽ നിൽക്കാൻ ആരുമില്ല എന്നാണ് എന്റെ അഭിപ്രായം. ഉത്സാഹം മൂലം ജോലി ചെയ്യുന്നത് നമ്മൾ എല്ലാവരുടെയും പിന്നിലാണ്. ഞാൻ അനൗപചാരികമായ ഏതെങ്കിലും പടത്തിന് ക്യാൻവാസ് ചെയ്യുകയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഈയിടെ ഞാൻ ഇനിയെങ്കിലും എന്നൊരു പടം കാണുകയുണ്ടായി.